ഒന്ന് ആലോചിക്കുക. ദുനിയാവിനോടുള്ള ഹബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ്, സ്ഥാനമോഹം. നോട്ടീസിൽ പേര് വരണം, എൻ്റെ പേര് മറ്റേ ഹാജിക്കാരൻ്റെ താഴെ ആയിപ്പോയി. ഇതിലെന്തിപ്പോ മൂപ്പര് സംഘടനയിൽ 38 കൊല്ലായി. ഇതുവരെ ഒരു തസ്കിയത്തിന്റെ ഒരംശം കിട്ടാത്തോണ്ടല്ലേ ഈ ഡയലോഗെല്ലാം പറയണത്. എൻ്റെ പേര് മൂപ്പരുടെ പേരിന്റെ താഴെയാണല്ലോ വന്നത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊരു പേര് നോട്ടീസിൽ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം? മഴക്കാലത്താണ് ആ നോട്ടീസ് അടിച്ചതെങ്കിൽ ആ വലിയ മരത്തിന് ഒട്ടിച്ചാല് മഴ പെയ്തിട്ട് ഉതിർന്നിട്ട് ആ നോട്ടീസ് പോയിട്ട് താഴെ എത്തും. വേനൽക്കാലത്താണ് ആ നോട്ടീസ് അവിടെ ഒട്ടിച്ചെങ്കിൽ ഒരു പശു വന്നിട്ട് കടിച്ചു തിന്നുമ്പോ ഫസ്റ്റ് നമ്മളെ പേരായിരിക്കും കടിക്കാന്, ആജിക്കാന്ന് കടിച്ചു തിന്നു. പിന്നെ എന്തപ്പോ കാര്യം? ദുനിയാവിനോടുള്ള ഹബ്ബ് ഉണ്ടാവുമ്പോൾ ആഖിറം മറക്കും. അപ്പോൾ അയാളുടെ ഈമാൻ അങ്ങ് പോകും. ഒരൊറ്റ ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞു, ബാക്കി 4 കാര്യങ്ങൾ നാളെ പറയാം ഇൻഷാ അല്ലാഹ്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആളെ ശാഫി ഇമാം. പഠനത്തിന്റെ ആദ്യകാലത്ത് എഴുതാനുള്ള സംവിധാനങ്ങളും പേപ്പർ പേന അങ്ങനത്തെ ഒന്നുമില്ല. ആദ്യകാലത്ത് വളരെ കഷ്ടപ്പാടായിരുന്നു. ശാഫി ഇമാം റളിയല്ലാഹു അൻഹു കശാപ്പ് ശാലയിൽ പോയിട്ട് അറവ് മൃഗത്തിന്റെ എല്ലുകൾ ഉണ്ടാവുമല്ലോ, അർത്ഥത്തിന്റെ ആ എല്ലുകൾ എടുത്തു വന്നിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിന്റെ മേലെ ഇൽമ എഴുതൽ. ലാസ്റ്റ് മഹാന്റെ ഒരു റൂം മുഴുവനും എല്ലുകളായി മാറി. മാലിക് ഇമാം റഹിമഹുള്ളയുടെ ദർസിൽ ഇരിക്കുമ്പോൾ മാലിക് ഇമാം ഒരിക്കൽ ഇങ്ങനെ നോക്കി, ബേക്കിലിരിക്കുന്ന ചെറിയ കുട്ടീനെ നോക്കി. വറമഖഹുൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ്. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഒരു കുട്ടി വലത് കൈ കൊണ്ട് ഇടത്തേക്ക് അതിന്റെ പുറം ഭാഗത്ത് ഇങ്ങനെ വിരലോണ്ട് എഴുതുന്നുണ്ട്. ഈ കുട്ടി എന്താ കൈകൊണ്ട് കളിക്കണത്? 18 ഹദീസ് അന്ന് ദർസ് നടത്തിയിട്ട് നിർത്തിയിട്ട് കുട്ടികളോടെല്ലാം പോകാൻ പറഞ്ഞു. ബാക്കി ഷാഫി ഇമാം എന്ന കുട്ടീനെ വിളിച്ചു. മോനെന്താ അവിടെ നിന്ന് കളിക്കുന്നത്? ഞാൻ കളിക്കുന്നല്ലോ ഉസ്താദ്. പിന്നെ ഞാൻ എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിരലുണ്ട്. മോനിക്ക് എഴുതാനൊന്നുമില്ല? ഇല്ല, ഒന്നും വാങ്ങാൻ പണമില്ല. ഓ കളിക്കുന്നല്ലേ മോന് ഇങ്ങനെ എഴുതിയോണ്ട് മോനിക്ക് ഓർമ്മ ഉണ്ടാവോ? അതൊരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഒരു അടയാളത്തിന് വരക്കുന്നത്. ഉസ്താദ് 18 ഹദീസല്ലേ എടുത്തത്? അതെ, ഞാൻ ആ 18 ഹദീസ് ഉസ്താദിന് പറഞ്ഞു തരട്ടെ. ഹദ്ദസനാ മാലികുൻ അൻ നാഫിഇൻ അൻ ഇബ്നു ഉമർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് 18 ഹദീസ് പറഞ്ഞു കൊടുത്തു. മാലിക് ഇമാമിന്റെ കണ്ണ് നിറഞ്ഞു, ദ്വാർന്നു കൊടുത്തു. ഷാഫി ഇമാം പിന്നെ വലിയ പണ്ഡിതനായി ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്വതക്ക ഹദിയകൾ കൊടുക്കുമല്ലോ. അങ്ങനെ 100 ദിർഹമോ 100 ദീനാറോ, ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണം, ദീനാർ എന്ന് പറഞ്ഞ സ്വർണം, ദിർഹം എന്ന് പറഞ്ഞ വെള്ളി. പണ്ടാണ് കേട്ടോ, ഇപ്പം കുവൈത്ത് UAE വ്യത്യാസം ഉണ്ടാവുള്ളൂ. പണ്ട് അതിനങ്ങനെ പേര് വരാൻ കാരണം, പണത്തിന് ദീനാർ എന്ന് പേര് വരാൻ കാരണം പണം കൊണ്ട് ദീന് വാങ്ങുകയും ചെയ്യുക, നിരകുണ്ടാക്കാനും കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്. ദീൻ ഉണ്ടാക്കുന്ന ഹാജിക്കന്മാരുണ്ട്, നരകം വാങ്ങുന്ന പ്രമാണിമാരുണ്ട്, ഉണ്ടല്ലോ. അങ്ങനെ ആരോ 100 ദീനാറോ ദിർഹമോ കൊടുത്തു. അതെടുത്തിട്ട് ഷാഫി ഇമാം ഇങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ വരുമ്പോൾ വീട്ടിൻ്റെ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി, ഡോറിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് ഷാഫി ഇമാം റഹിമഹുള്ളയുടെ ഉമ്മ പറയാണ്, മോന് ഒന്നും ഇല്ലാണ്ടല്ലേ പുരക്കുന്ന് പോയത്, അങ്ങനെ വെറും കൈയോടെ തന്നെ മോന് വരി, അകലെ ആർക്കൊക്കെ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് വരി. കണ്ടോ, ആ ഉമ്മ മോനെ വളർത്തിയത് ദുനിയാവിനോട് പ്രേമില്ലാത്ത മോനാ. ഹാജിക്കാക്ക് എത്ര മക്കളുണ്ട്? 6. എത്ര വരെ? 6 ആള് മദ്രസി പഠിച്ചു. മൂത്തോൻ കുറച്ച് പോയിന് ഉസ്താദ്, 7 വരെ. പിന്നെ എല്ലാവരും 6ാം ക്ലാസ്സിൽ അങ്ങനെ 5 അങ്ങനെ ഒഴിവായിന്. എന്താ കോഴ്സ്? മെറ്റീരിയൽ. ഒരുത്തൻ B.Pharm, മറ്റൊരുത്തൻ ഫാം ഡി, ഒരുത്തൻ MLT, ഒരുത്തൻ ആയുർവേദിക്, ഒരുത്തൻ MBBS, ഒരുത്തൻ CMA. ഏതെങ്കിലും ഒരുത്തൻ ഇഖ്ലാബ്, ഇദ്ഗാം, ഇഖ്ഫാ, ഇദ്ഗാം ബിലാഉൻ, ഇൽഹാർ, തജ്വീദ് അറിയാം? ഇല്ല. ആജിക്കാന്റെ ഖബർ മണിയറയാക്കി തരാൻ ഖത്തീബ് വരേണ്ടി വരും അല്ലേ? ഒറ്റൊരുത്തനില്ലല്ലോ. 65 കൊല്ലം ജീവിച്ചിട്ട് 65 കൊല്ലം നഷ്ടക്കച്ചവടാടോ നടത്തിയത്. നഷ്ടക്കച്ചവടം. യബില്ലഹുൽ ഖബ്നു ഫീ ബൈഇൻ വഫീ സലമി. ഒറ്റെണ്ണത്തിൽ ലാഭമില്ല. ആഴ്ചക്ക് നമ്മുടെ ഖബറിൻ്റെ അവിടെ വരുന്ന, വേണ്ട മാസത്തിൽ, വേണ്ട വർഷത്തിൽ വന്നിട്ട് ഒരു തെറ്റില്ലാണ്ട് യാസീനോ ഒന്നും ഒരു മോന് പോലും നമുക്കില്ലെങ്കിൽ പിന്നെ എന്തിനാ മോനെ 65 കൊല്ലം ഈ ഭൂമിയിൽ കഷ്ടപ്പെട്ട് ജീവിച്ചത്?
കോടിക്കണക്കിന് ഷാഫി മദ്ഹബുകാര് ഓരോ ദിവസവും നോമ്പെടുക്കുമ്പോൾ നിസ്കരിക്കുമ്പോൾ ളുഹറും ളുഹയും തഹജ്ജുദും തസ്ബീഹും ഫർളും സുന്നത്തും നിസ്കരിക്കുമ്പോൾ ഇതിന്റെ മുഴുവൻ കൂലി വാങ്ങുന്ന ഒരാളാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. ഈജിപ്തിൽ നിന്ന് ആ ഷാഫി ഇമാമിന്റെ കൂലി വാങ്ങുന്ന ഒരാളാണ് ചിത്രത്തിലില്ലെങ്കിലും ചരിത്രത്തിന്റെ ഭാഗമായ ഷാഫി ഇമാമിന്റെ ഉമ്മ കുലപതി ബുദ്ധി രാക്ഷസി. ആ മോനെ കൊണ്ട് എത്ര കോടി കൂലിയാ വാങ്ങുന്നത്. ബുദ്ധിയുണ്ട് ആ ഉമ്മക്ക്, ബുദ്ധിയുണ്ട്. ബുദ്ധി മോനെ പഠിക്കാൻ അയച്ചൂടെ? ഓനും കൂടി പോയ തക്കാളിയെല്ലാം വാങ്ങാൻ ആരാ ഉള്ളതെന്ന ഭാര്യ ചോദിക്കുന്നത്. അയ്യടാ, ചീന തക്കാളിയല്ല പിള്ളേരെ കൊണ്ട് വാങ്ങേണ്ടത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, മക്കളെ കൊണ്ട് സ്വർഗം വാങ്ങണം. അതാ ദുനിയാവിനോടുള്ള ഹുബ്ബില്ല എന്നുള്ളതിന്റെ അടയാളം. ബാക്കി നമുക്ക് റബ്ബ് തൗഫീഖ് എന്നാ നാളെ പറയാം. ഷാഫി ഇമാം റഹിമഹുള്ളയുടെ ബർക്കത്തുണ്ട്. അല്ലാഹു നമ്മളെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. ഒരു നാരിയത്ത് സ്വലാത്ത് എല്ലിട്ട് നമുക്ക് ദുആർക്കാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില അലാ സയ്യിദിനാ മുഹമ്മദിൻ വതൻഫരിജു ബിഹിൽ ഖുറബ് വതുഖുല്ലാഹു ബിഹിൽ ഹവായിജ് വതനാല ബിഹിൽ റഗായിബ് വഹസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിൽ കരീം ഫീ കുല്ലി ലംഹത്തി വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്. ഒന്നുകൂടി اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അള്ളാഹു നമ്മളെ മജ്‌ലിസ് നീ സ്വീകരിക്കണേ റഹ്മാൻ. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അള്ളാഹ്. ഈ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. ഇതിൻ്റെ സംഘാടകർക്ക് നീ സ്വർഗം നൽകണേ റഹ്മാൻ. ഒരുപാട് ആൾക്കാർ ദ്വാരക്കാൻ പറ്റും. എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാൻ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മൗത്താക്കണേ റഹ്മാനെ. നമ്മൾ ചെയ്യുന്ന ഓരോരുത്തരും ചെയ്യുന്ന പഠനത്തിൽ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. ഉന്നത വിജയം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, ലക്ഷങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ഒരു രോഗവും നമുക്ക് തരില്ല റഹ്മാനെ. നമുക്ക് നല്ല ആഫിയത്ത് തരണേ അള്ളാഹ്. നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മളെ മക്കളാണ്. നമ്മളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാൻ. നമ്മളെ പള്ളിപ്പോലി യൂണിറ്റിൽ ഷബീർ എന്ന കുട്ടിയുടെ കഴിഞ്ഞ വർഷം മരണപ്പെട്ട SSF-കാരനാണ്. ആ മോൻ്റെ ആണ്ടാണ്. അള്ളാഹു ആ മോൻ്റെ ഖബർ സ്വർഗ്ഗാക്കട്ടെ. അതേപോലെ നമ്മൾ ഗഫൂറാജീൻ്റെ ഉമ്മൻ്റെ ആണ്ടാണ്. അള്ളാഹു ആ ഉമ്മയുടെ ഖബർ നീ സ്വർഗ്ഗാക്കണേ റഹ്മാന്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബർ നീ സ്വർഗ്ഗാക്കണേ റഹ്മാന്. ജീവിച്ചിരിപ്പുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാന്. അള്ളാഹുവെ, നമ്മളാക്കാൻ കഷ്ടപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാർ, അഭ്യുതകാംക്ഷികൾ, സംഘടനാ ലീഡർമാർ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ റഹ്മാന്. നമുക്ക് നല്ല ആഫിയത്ത് തരണേ റഹ്മാന്. നമ്മളെ ഉസ്താദുമാർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാന്. റമദാൻ അനുകൂലാക്കണേ അല്ലാഹ്. ഇത് ജീവിതത്തിൽ അവസാനത്തെ റമദാനാക്കല്ല റഹ്മാന്. അവസാനം മരിക്കുമ്പോൾ കാമില ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മൗത്താക്കണേ റഹ്മാന്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. നിങ്ങളെല്ലാ ദുആയിലും ഉണ്ടാവണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.